Welcome back to 14th day of CBSE Maths Crash Class conducted by Archana Study Center. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. The perimeter of the two similar triangles are 25 cm and 15 cm respectively. If one side of the first triangle is 9 cm, find the length of corresponding side of the second triangle. രണ്ട് triangles തന്നിട്ടുണ്ട്. രണ്ട് trianglesന് perimeter ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ട്രയാങ്കിളിലെ ഒരു സൈഡ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ട്രയാങ്കിളിലെ corresponding side എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട്. Given that AB plus BC plus AC എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് പെരിമീറ്റർ. ഇവിടെ PQ പ്ലസ് QR പ്ലസ് PR എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് വൺ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിളിന്റെ വൺ സൈഡ് 9 സെന്റിമീറ്റർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ് ഓഫ് ദി സെക്കൻഡ് ട്രയാങ്കിൾ ലെറ്റ് ഇറ്റ് ബി PR ബി ദ കറസ്പോണ്ടിങ് സൈഡ്. അതിൽ നമ്മൾ X എന്ന് എടുക്കുന്നു. അപ്പൊ X ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇത്രയും ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പെരിമീറ്റേഴ്സും സൈഡും ഇൻ റേഷ്യോസിലായിരിക്കും. നമുക്കൊന്ന് എഴുതി നോക്കാം. പെരിമീറ്റർ AB പ്ലസ് BC പ്ലസ് AC, ഫസ്റ്റ് ട്രയാങ്കിളുടെ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ട്രയാങ്കിളുടെ പെരിമീറ്റർ PQ പ്ലസ് QR പ്ലസ് PR എന്ന് പറയുന്നത് ഈ സൈഡുകൾ അതായത് ഒരു സൈഡ് ഓഫ് വൺ സൈഡ് ഓഫ് ദി ഫസ്റ്റ് ട്രയാങ്കിൾ AC divided by corresponding side of the second triangle PR. ഇതിന് സിമിലർ ആയിരിക്കും, ഇൻ റേഷ്യോസിലായിരിക്കും. സിമിലറിലെ ഇൻ റേഷ്യോസിലായിരിക്കും. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. AB പ്ലസ് BC പ്ലസ് AC എന്ന് പറയുന്നത് 25 ആണ്. PQ പ്ലസ് QR പ്ലസ് PR എന്ന് പറയുന്നത് 15 ആണ്. AC എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. PR എന്ന് പറയുന്നത് നമ്മൾ X ആയിട്ട് എടുത്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 25x എന്ന് പറയുന്നത് 9 into 15 ആണ്. ഈ 25 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ x is equal to 9 into 15 divided by 25 ആയിരിക്കും. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. സോ ഇതൊന്ന് കട്ട് ചെയ്ത് കളയാ. ഇവിടെ 3 ടൈംസ് പോകും 5, ഇവിടെ 5 ടൈംസ് പോകും. 9 into 3 എന്ന് പറയുന്നത് 27 ആണ്. 27 divided by 5 equal to 5.4 centimeter ആണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. സോ corresponding side of the second triangle is equal to 5.4 centimeter. ഡിസ്കസ് ചെയ്ത് മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ പ്രോബ്ലംസായി ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.